Okay, we will continue with HTML tags. ഇനി ഡിഫറെൻറ്റ് അത് HTML ടാഗ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസിക് സ്ട്രക്ചേഴ്സ് എല്ലാം നോക്കി, അതിനുശേഷം അതിനകത്ത് വരുന്ന ഫസ്റ്റ് ടാഗുകളാണ്. ഓരോരോ ടാഗുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ടാഗാണ് പാരഗ്രാഫ്. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബോഡിയിലുള്ള, അതായത് നമ്മൾ എഴുതുന്ന ഡോക്യുമെൻറ്റിൻ്റെ ബോഡിയിലുള്ള ലെറ്റേഴ്സിനെല്ലാം പാരഗ്രാഫ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പി എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പി വെച്ച് തുടങ്ങുന്ന ടാഗിൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എഴുതുന്നത് എന്തായിട്ട് വരും? പാരഗ്രാഫായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഫൈനലി എന്ത് ചെയ്യണം? പി എന്ന് പറയുന്ന ടാഗിനെ ക്ലോസ് ചെയ്യണം. ഏത് ടാഗ് ഓപ്പൺ ചെയ്താലും ആ ടാഗിനെ ക്ലോസ് ചെയ്യാൻ നമ്മൾ മറക്കരുത്. അപ്പം ക്ലോസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എന്താണ് എററായിരിക്കും നമ്മളുടെ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പാരഗ്രാഫ് ടാഗ് റിട്ടൺ വിത്തിൻ എ ബോഡിയിലായിരിക്കണം എപ്പോഴും പാരഗ്രാഫ് ടാഗ് എഴുതേണ്ടത്. എങ്ങനെ വരും? അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പാരഗ്രാഫ് ടാഗ് എപ്പോഴും ബോഡിയിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇതാ നോക്ക്, ഒരു എക്സാമ്പിളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം HTML ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം അതിനകത്തുള്ള ക്യാരക്ടർ സെറ്റ് ചെയ്തു. ദെൻ ഹെഡർ, ബോഡി, പാരഗ്രാഫ്. നോക്ക്, ബോഡിക്കകത്താണ് നമ്മൾ എന്തെഴുതിയത്? പാരഗ്രാഫ് എഴുതിയത്. ബോഡിക്കകത്ത് വേണം പാരഗ്രാഫ് എഴുതാൻ. ദെൻ അതിനുശേഷം പാരഗ്രാഫ് ക്ലോസ് ചെയ്ത്, ബോഡി ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വരും? പാരഗ്രാഫിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് പാരഗ്രാഫായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്ത് തരും. ഗ്രീറ്റിംഗ് ഫ്രം യുവർ വെബ് മാസ്റ്റർ. ഓക്കെ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? പാരഗ്രാഫായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പം ജസ്റ്റ് ഒരു നോട്ട് പാഡ് എടുക്കുക, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. .html വെച്ചിട്ട് എക്സ്റ്റൻഷൻ കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ അതാണ് പാരഗ്രാഫ്. ദെൻ ലൈൻ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന എഴുതുന്ന പാരഗ്രാഫുകൾ ബ്രേക്ക് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലൈന് ശേഷം ഒരു ലൈൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്താൽ മതി? BR/ക്ലോസ് ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈനിന്, അതായത് വേർഡ്സിന്, നമ്മളുടെ പാരഗ്രാഫ്സിൻ്റെ ലൈനുകളാക്കി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഒരു സിംഗിൾ ലൈനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിന് ആ മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പിന് ശേഷമുള്ള സെൻറ്റൻസ് എന്തായിട്ട് വരും? അടുത്ത ലൈനിൽ നമുക്ക് കോമയിട്ട് അടുത്ത ലൈനിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വരും. ബിക്കോസ് ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? BR എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലൈൻ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും. ക്ലിയർ ആയോ? ദെൻ തേർഡ് വൺ ആണ് പ്രിസർവിങ് വൈറ്റ് സ്പേസസിനെല്ലാം പ്രിസർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗ്. PRE എന്ന് പറയുന്ന ടാഗ് ആയിരിക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദ എലമെൻറ്റ് പ്രിസർവ് ബോത്ത് സ്പേസസ് ആൻഡ് ലൈൻ ബ്രേക്സിനെയും സ്പേസസിനെയും എല്ലാം പ്രിസർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് PRE എന്ന് പറയുന്ന പ്രിസർവിങ് ടാഗ്. ഓക്കെ, പ്രിസർവിങ് ടാഗ്, അതായത് അതും എവിടെയാണ് എഴുതുന്നത്? പാരഗ്രാഫിൻ്റെ കൂടെ തന്നെ വേണം എഴുതാനായിട്ട്. പാരഗ്രാഫ് PRE കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിക്കുന്ന എല്ലാം ലൈനുകളെല്ലാം പ്രിസർവ് ചെയ്ത് തരും. ദെൻ അതിന് എപ്പോഴും എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം. ക്ലിയർ ആയോ? ദെൻ ഹെഡിങ്സ്. ഫോർത്ത് വൺ ഈസ് ഹെഡിങ്സ്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ്. ഹെഡിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരെണ്ണത്തിനകത്ത് നമ്മൾ സബ് ഹെഡിങ്ങുകൾ യൂസ് ചെയ്യുമല്ലോ. അപ്പം ഹെഡിങ്ങിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ സൈസിന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് H1 to H6 വരെയുള്ള ഹെഡിങ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മെയിൻ ഹെഡിങ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? H1 യൂസ് ചെയ്യും. അതിനുശേഷമുള്ള സബ് ഹെഡിങ് ആണെങ്കിൽ H2 യൂസ് ചെയ്യും. അതിനുശേഷമുള്ള സബ് ഹെഡിങ് ആണെങ്കിൽ H3 യൂസ് ചെയ്യും. ദെൻ H4, അതായത് ഏറ്റവും ഹയറിൽ കാണണമെങ്കിൽ ഹായ് എന്ന് പറയുന്നത് ഏറ്റവും ഹയർ സൈസിൽ കാണണമെങ്കിൽ H1 എന്ന് പറയുന്ന ടാഗ് വേണം യൂസ് ചെയ്യാൻ. H2ലാണെങ്കിൽ കുറച്ചും കൂടി സ്മോളർ സൈസിൽ വരും. H3ലാണെങ്കിൽ കുറച്ചുകൂടി സ്മോളർ സൈസിൽ വരും. H4ലാണെങ്കിൽ കുറച്ചും കൂടി സ്മോളർ സൈസിൽ വരും. H6ലാണെങ്കിൽ കുറച്ചുകൂടി സ്മോളർ സൈസ് വരും. H6ലാണെങ്കിൽ ഏറ്റവും സ്മോളർ സൈസിൽ വരും. അപ്പം ഒരു ഹയർ ടു ലോവർ ക്യാരക്ടറിൻ്റെ സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് H1 to H6 വരെയുള്ള ഹെഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. H6 ആണെങ്കിൽ ഏറ്റവും സ്മോളർ സൈസിലായിരിക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏത് ടാഗ് ഓപ്പൺ ചെയ്താലും എന്ത് ചെയ്യണം? അതിനെ ക്ലോസ് ചെയ്യണം. H1 എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? H1ൻ്റെ എന്താണോ എഴുതേണ്ടത് അത് എഴുതിച്ചതിന് ശേഷം H1നെ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹെഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് കോഡ്സ് ക്യാൻ ബി മെയ്ഡ് ടു ലുക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റ് ഫ്രം ദി സറൗണ്ടിങ്. അതായത് നമ്മളൊരു ടെക്സ്റ്റ് എഴുതുകയാണ്, നമ്മൾ കോഡ്സിൽ എഴുതിയിരിക്കുന്ന സാധനത്തിന് എന്താക്കി തരും? നമ്മൾ നോർമലി എഴുതുന്ന ഫ്ലോ ഓഫ് ടെക്സ്റ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. ക്ലിയർ ആയോ? അതായത് നോക്ക്, നമ്മളിപ്പോൾ ഒരു ബോഡി എഴുതി, ബോഡിക്കകത്തൊരു പാരഗ്രാഫിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതി, ഒരു പാരഗ്രാഫ് എഴുതി. ആ പാരഗ്രാഫിന് ശേഷം നമുക്ക് അടുത്തൊരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്യണം. ആ പാരഗ്രാഫ് എന്തിൽ വരണം? കോഡ്സിലായിരിക്കണം. ബ്ലോക്ക് കോഡ്സിൽ എന്ന് പറയുന്ന ആ ഒരു ടാഗിലാണ് അത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിൽ വരും? നോക്ക്, നമ്മളുടെ ഔട്ട്പുട്ടിൽ എന്ത് വരും? ഫസ്റ്റ് നമ്മൾ എഴുതിയ പാരഗ്രാഫ്, അതിനുശേഷം എന്താണ്?
അതിനുശേഷം നമ്മൾ എഴുതിയ ബ്ലോക്ക് കോഡ്സിൽ എഴുതിയ സാധനം, അതിനുശേഷം നോർമലി അടുത്ത പാരഗ്രാഫ് എഴുതിയ സാധനം. അപ്പോൾ നമ്മൾ നോർമലി 3 പാരഗ്രാഫ് എഴുതി. 3 പാരഗ്രാഫിൽ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലായിരുന്നു നമ്മൾ ബ്ലോക്ക് കോഡ്സ് യൂസ് ചെയ്തത്. സോ അതിനെ മാത്രം എന്ത് ചെയ്ത് കാണിച്ചു, ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നോർമൽ ഫ്ലോയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു. ക്ലിയർ ആയോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബ്ലോക്ക് കോഡ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അതിനുശേഷം ഫോണ്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ, ഇറ്റാലിക്ക് അങ്ങനെയുള്ള പല സ്റ്റൈലുകൾ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ. ബോൾഡർ, ഇറ്റാലിക്ക്, ഓക്കെ, ലാർജർ, സ്മോളർ, അങ്ങനെയുള്ള കുറേ സൈസുകൾ നമുക്കുണ്ട്. അപ്പം ഏത് സൈസിൽ നമുക്ക് ക്യാരക്ടറിനെ കാണണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ഫോണ്ടിൽ നമ്മളുടെ ക്യാരക്ടറിനെ കാണണം എന്നുള്ളതാണ് വേണ്ടിയിട്ടാണ് ഫോണ്ട് സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അതിന് വേണ്ടിയിട്ട് നോക്ക്, ബോൾഡ് ആണെങ്കിൽ ബി, ഇറ്റാലിക് ആണെങ്കിൽ ഐ, ലാർജർ ആണെങ്കിൽ ബിഗ്, സ്മോളർ ആണെങ്കിൽ സ്മോൾ. എന്തെഴുതിയാലും ഇതിന് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, ടാഗ് ഐ എന്ന് പറയുന്ന ടാഗിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മളുടെ വേർഡ്സുകളെല്ലാം ഏത് സ്റ്റൈലിൽ വരും, ഇറ്റാലിക് സ്റ്റൈലിൽ വരും. ക്ലിയർ ആയോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫോണ്ട് സ്റ്റൈലുകൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ദെൻ അതിനകത്ത് വരുന്ന രണ്ടുമാണ് ബ്ലോക്കും ഇൻലൈനും. ബ്ലോക്ക് ടാഗ് ബ്രേക്ക് ദ കറണ്ട് ലൈൻ സോ ദാറ്റ് ഇറ്റ് കണ്ടൻറ്റ് അപ്പിയറിങ് ഇൻ ന്യൂ ലൈൻ. ബ്ലോക്ക് ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനുശേഷമുള്ള ലൈനിന്, അതിൻ്റെ കണ്ടൻറ്റിനെ പുതിയ ലൈനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. Inline tag do not implicitly include in line breaker except the content of the line tag appearing on the current line. Inline എന്ന് പറഞ്ഞ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് യൂസ് ചെയ്താലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ ആ ഒരു സെയിം ലൈനിൽ തന്നെ ആയിരിക്കും ഇത്. ഇൻലൈൻ വേഴ്സസ് ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എലമെൻറ്റ് ഓക്കെ, ബ്ലോക്ക് എലമെൻറ്റ് നെസ്റ്റഡ് ഇൻ എലമെൻ്റ് ആയിരിക്കും. അത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. എന്താണ് ബ്ലോക്ക് എലമെൻ്റ് എന്നും എന്താണ് ഇൻ എലമെൻ്റ് എന്നും ഇൻലൈൻ ടാഗ് എന്നും ബ്ലോക്ക് ടാഗ് എന്താണെന്നും ഇൻലൈൻ ടാഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി. ഓക്കെ, ദെൻ ക്യാരക്ടർ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. നോക്ക്, അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ക്യാരക്ടർ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ സിമ്പിൾസ്. ഓക്കെ, അതിനകത്ത് വരുന്ന എൻറ്റിറ്റീസ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന എൻറ്റിറ്റീസ് എല്ലാം നമ്മൾ ആംപ്രസെൻറ്റിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മീനിങ്. ഓക്കെ, ലെസ് ആണെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ, അതിൻ്റെ കോഡ്സ് ആണെങ്കിൽ കോഡ്സ്. ഓക്കെ, അതാണ് ക്യാരക്ടർ എൻറ്റിറ്റീസ്. ഓക്കെ, ദെൻ ഹൊറിസോണ്ടൽ റൂൾസ്. Horizontal rules എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ പാർട്ട് ഓഫ് ഡോക്യുമെൻറ്റ് ഫ്രം ഈച്ച് അതർ, മേക്കിംഗ് ദ ഡോക്യുമെൻറ്റ് ഈസിയർ ടു റീഡ് ബൈ പ്ലേസിങ് ഹൊറിസോണ്ടൽ ലൈൻസ് ബിറ്റ്വീൻ ദം. അതായത് ഡോക്യുമെൻറ്റിൻ്റെ പാർട്ടുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈസിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് കോസസ് ലൈൻ ബ്രേക്ക് ആൻഡ് ഡ്രോ എ ലൈൻ അക്രോസ് ദി സ്ക്രീനിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സെപ്പറേറ്റ് ആയിട്ട് ഡോക്യുമെൻറ്റ്സിനെ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ടാണ് ഹൊറിസോണ്ടൽ റൂൾ, HR എന്ന് പറയുന്ന റൂൾ. ദെൻ മെറ്റാ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത് മെറ്റാ എലമെൻറ്റ്സ് യൂസ്ഡ് ടു പ്രൊവൈഡ് അഡീഷണൽ ഇൻഫോർമേഷൻ എബൌട്ട് ദി ഡോക്യുമെൻറ്റ് വിത്ത് ആട്രിബ്യൂട്ട് നോട്ട് കണ്ടൻറ്റ്. Two attributes that are used to provide information are name and content. The meta elements എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അഡീഷണൽ ഇൻഫോർമേഷൻ, ഡോക്യുമെൻറ്റിനെ പറ്റിയുള്ള അഡീഷണൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് മെറ്റാ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് മെയിൻലി നമ്മൾ 2 attributes ആണ്, ഇൻഫോർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ നെയിമും അതിൻ്റെ കണ്ടൻറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത്രയാണ് അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കുന്നത്. സ്പെഷ്യൽ ടാഗുകൾ, അഡീഷണൽ ആയിട്ടുള്ള ടാഗുകൾ ഏതൊക്കെയാണ് ടാഗുകൾ. അപ്പം ആ ഒരു 9 ടാഗുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.